കർഷകർക്ക് ആശ്വാസമേകി എളവള്ളി പഞ്ചായത്തിന്റെ സഹായഹസ്തം. കനത്ത മഴയിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രത്യേക വിഹിതം നൽകാൻ തീരുമാനിച്ചു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് മഴയെ തുടർന്ന് വാഗ, കുണ്ടുപാടം, കണിയാന്തുരുത്ത്, കോക്കൂർപാടം, കാട്ടുപാടം, ബ്രാലായി എന്നീ പ്രദേശങ്ങളിൽ ഒരാഴ്ചയോളം നെൽച്ചെടി പൂർണ്ണമായും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. വെള്ളക്കെട്ടിനെ തുടർന്ന് നട്ടുപിടിപ്പിച്ച നെൽച്ചെടികൾ അഴുകിപ്പോകുന്ന സ്ഥിതിയുണ്ടായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും കൃഷി ഓഫീസറും കൃഷിനാശം സംഭവിച്ച പ്രദേശങ്ങൾ സന്ദർശിച്ചിരുന്നു. നിലവിലുള്ള ഉഴവുകൂലി ഇനത്തിൽ 1800 രൂപയാണ് കർഷകർക്ക് നൽകിയിരുന്നത്. ഏകദേശം 8 ദിവസത്തോളം വെള്ളം മൂടിക്കിടക്കുന്ന രീതിയിൽ നട്ട് 10-15 ദിവസം കഴിഞ്ഞിട്ടുള്ള മേഖലയിലൊക്കെ വെള്ളം മുങ്ങിക്കിടക്കുന്നതിൻ്റെ ഭാഗമായി നെല്ലിന് ചീച്ചൽ രോഗവും അതുപോലെ വലിയ നഷ്ടം സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ADC കൂടി അവിടെ വെച്ച് ഉണ്ടായ കർഷകരുടെ വിഷമം പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ കർഷകർക്ക് കൊടുക്കുന്ന ഒരു ഏക്കറിന് 1800 രൂപയുള്ള ഉഴവുകൂലി എന്ന നിലയ്ക്ക് അത് ഈ മുങ്ങിപ്പോയ കർഷകർക്ക് 1200 കൂടി കൂട്ടിച്ചേർത്ത് ഏക്കറയ്ക്ക് 3000 രൂപ കൊടുക്കാൻ വേണ്ടി എളവള്ളി ഗ്രാമപഞ്ചായത്ത് തീരുമാനമെടുത്തിരിക്കുന്നു. എന്നാൽ എളവള്ളി ഗ്രാമപഞ്ചായത്ത് കാർഷിക വികസന സമിതിയിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് 1200 രൂപ കൂടി അധികമായി നൽകാൻ തീരുമാനമായി. ഇതോടെ നഷ്ടം സംഭവിച്ച കർഷകർക്ക് 3000 രൂപ ഉഴവുകൂലി ലഭിക്കും. കൂടാതെ സൗജന്യമായി ന്യൂട്രോമോണസ്, ഇലച്ചീച്ചലിന് തളിക്കുന്ന കീടനാശിനി എന്നിവ കർഷകർക്ക് നൽകുന്നതിനും തീരുമാനമായി. ഇതിനായി 3 ലക്ഷം രൂപയാണ് പദ്ധതിയിൽ അധികമായി ഭേദഗതി ചെയ്യുന്നത്. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, സെക്രട്ടറി തോമസ് രാജൻ, എളവള്ളി സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് KP രാജു, കൃഷി ഓഫീസർ CR രാജേഷ് എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് കേച്ചേരി.